ഖുർആൻ, അതുപോലെ സിൽവർ ഖുർആൻ, ഗോൾഡ് ഖുർആൻ, സ്വർണ്ണലിപികളെ കൊണ്ട് എഴുതപ്പെട്ട ഖുർആൻ, ലോകത്തെ ഏറ്റവും വലിയ ഖുർആൻ, നാനോ ഖുർആൻ, മൈക്രോ ഖുർആൻ, ആൻഡ്രോയിഡ് വേർഷൻ ഓഫ് ഖുർആൻ, സോഫ്റ്റ് കോപ്പി ഓഫ് ഖുർആൻ, ഹാർഡ് കോപ്പി ഓഫ് ഖുർആൻ. നമ്മുടെയൊക്കെ ഫോണിന്റെ അകത്ത് ഖുർആന്റെ ഒരു ഫോൾഡർ ഉണ്ട്. അതുകൊണ്ട് ഖുർആന്റെ സാധ്യത വളരെ വർദ്ധിച്ചിരിക്കുകയാണ്. പക്ഷെ നോക്ക് നിങ്ങൾ, പാരായണം എവിടെയാണ്? സഹാബത്തിന്റെ കാലത്ത് ഇതൊന്നുമില്ല. ഹാർഡ് കോപ്പി, സോഫ്റ്റ് കോപ്പി, ആൻഡ്രോയിഡ് വെർഷൻ ഒന്നുമില്ല. അന്ന് എല്ലിന്റെ മുകളിലാണ് ഖുർആൻ കൊത്തിവെക്കപ്പെട്ടത്, കല്ലിന്റെ മുകളിലാണ്, ഈത്തപ്പനയുടെ മടലോലയുടെ മുകളിലാണ് കൊത്തിവെക്കപ്പെട്ടത്. പക്ഷേ അവർ നിതാന്ത ജാഗ്രതയോടുകൂടെ അനവരതം പാരായണം ചെയ്യാണ്. അവരുടെ ആദരങ്ങളൊക്കെ ഖുർആൻ കൊണ്ട് വ്യാപൃതമാണ്. എന്ന് നോക്കൂ നിങ്ങൾ, എവിടെയും ഖുർആൻ. നമ്മളെ വീട്ടിന്റെ ഷോക്കേസിൽ ഖുർആൻ, കുട്ടികൾക്ക് ഓരോരുത്തർക്കും ഓരോ കോപ്പി ഖുർആൻ, അതിൻ്റെ ഒക്കെ പുറമെയാണ് പോക്കറ്റിലിരിക്കുന്ന മൊബൈൽ ഫോണിന്റെ അകത്ത് ഖുർആൻ. ഇത് പാരായണം ചെയ്യാൻ വുളുവിന്റെ ആവശ്യമില്ല. സൗദി അറേബ്യയിൽ ഫത്വ കൊടുത്തൊരു മുഫ്തിയുടെ അടുക്കൽ വന്നാണ്ട് ഒരാൾ ചോദിക്കേണ്ടത്, ആ മുഫ്തിയോട് ചോദിക്കേണ്ടത്, എൻ്റെ ഖുർആനിന്റെ ഫോൾഡറിന്റെ ഉള്ളിൽ, എൻ്റെ മൊബൈലിന്റെ ഫോൾഡറിന്റെ ഉള്ളിൽ 30 ജുസ് ഖുർആൻ ഉണ്ട്, അതുകൊണ്ട് ആ മൊബൈൽ പോക്കറ്റ്